ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിജിക്ക് നമ്മൾ കഥ എന്ന കഹാനിയുടെ കുറച്ച് ഭാഗം എടുത്തു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ഉദയൻ വാജ്പേയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. കഹാനി ഉനോനെ ബോൽക്കർ നെഹി ലിഖി. ഈ കഹാനി ഗാന്ധിജി പറഞ്ഞുകൊണ്ട് എഴുതിയതല്ല. വഹ് കഹാനി ഉനോനെ ചൽക്കർ ലിഖി തി. എന്താണ് ഈ കഥ അദ്ദേഹം നടന്നുകൊണ്ട് എഴുതിയതാണ്. വഹ് കഹാനി ഉനോനെ സൈക്കഡോ മിൽ ചൽക്കർ ലിഖി തി. ഈ കഥ അദ്ദേഹം നൂറുകണക്കിന് മൈൽ നടന്നുകൊണ്ട് എഴുതിയതാണ്. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖി തി. ഈ കഥ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ദേശത്തെ മുഴുവൻ ജനങ്ങളും ഉണ്ടായിരുന്നു. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേജോं द्वारा की जा रही अंधाधुंध लूट से चिंतित थे, जो हमारे देश को अंग्रेजों को चंगुल से छुड़ाना चाहते थे. ഈ ആൾക്കാരൊക്കെ എന്താണ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്? ഈ ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണമില്ലാത്ത കൊള്ള, അന്ധാധുന്ത് ലൂട്ട് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ആ നിയന്ത്രണമില്ലാത്ത കൊള്ളയടിക്കുകയാണ് നമ്മളെ ഇംഗ്ലീഷുകാർ. അതിൽ നിന്നും എങ്ങനെ നമ്മുടെ ദേശത്തെ, ഹമാര ദേശ്, നമ്മുടെ ഈ രാജ്യത്തെ എങ്ങനെ രക്ഷിക്കും, ചങ്കുൽസെ ചുടാന എന്ന് പറഞ്ഞാൽ ആ പിടിയിൽ നിന്നും എങ്ങനെ രക്ഷിക്കും എന്നുള്ളത് ചിന്തിച്ച് കൊണ്ട് നടക്കുന്നവരായിരുന്നു. ജിനോനെ ഭാരത് ദേശ് കോ നയി തരഹ് സെ ചലാനെ കാ സപ്ന ആങ്കോ മേ ലിയാ ഥാ. അവർ നമ്മുടെ ഭാരതം, ഒരു പുതിയ തരത്തിലുള്ള ഒരു ഭാരതം എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ണുകളിൽ സ്വപ്നം കണ്ട് നടക്കുന്നവരായിരുന്നു. ആങ്കോമേ സപ്ന എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇവരുടെ ഇംഗ്ലീഷുകാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു പുതിയ രീതിയിലുള്ള ഇന്ത്യ എങ്ങനെ ഉണ്ടാക്കും എന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് നടക്കുന്നവരായിരുന്നു. ഓക്കെ നെക്സ്റ്റ് നോക്കാം. ഉൻ ദിനോ അംഗ്രേജോं ने भारत में नमक पर टैक्स लगा रखा था. ആ ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തിൽ ഉപ്പിന് ടാക്സ് ചുമത്തി. ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി ചുമത്തി. ഇസ്സേ നമക് ബഹുത്ത് മഹങ്ക ഹോ ഗയാ ഥാ. ഇതുകൊണ്ട് ഉപ്പിന് നല്ല വില കൂടി. മഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടി. അംഗ്രേജോं ने भारत के लोगों को गुद नमक बनाने से रोक रखा था. അതുപോലെ ഇംഗ്ലീഷുകാർ നമ്മളെ ഇന്ത്യക്കാർ, ഭാരതത്തെ ജനങ്ങൾ ഗുദ് നമക്, സ്വന്തമായി ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു. അഗർ कोई अपने ही समुद्र के पानी से नमक बनाता उसे सजा हो सकती थी. അങ്ങനെ ആരെങ്കിലും നമ്മുടെ സമുദ്രത്തിൽ നിന്നും വെള്ളമെടുത്തിട്ട് സ്വന്തമായി ഉപ്പുണ്ടാക്കി എന്ന് ബ്രിട്ടീഷുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല കടുത്ത ശിക്ഷ കൊടുത്തു. സജ എന്ന് പറഞ്ഞാൽ ശിക്ഷ. गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരുമായിട്ട് അഹമ്മദാബാദിൽ നിന്നും കാൽനടയായിട്ട് ദണ്ഡി എന്ന പേരുള്ള സമുദ്രത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തി. वे वहाँ जाकर समुद्र के पानी से गुद नमक बनाकर अंग्रेजों का काला कानून तोड़ने चाहते थे. അവരവിടെ വന്നിട്ട് ഈ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കിയിട്ട് ഇംഗ്ലീഷുകാരുടെ കാലാ കാനൂൻ എന്ന് പറഞ്ഞാൽ കരിനിയമം, കറുത്ത നിയമത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. ഗാന്ധിജി 3 हफ्तों से भी अधिक पैदल चलते रहे. പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനട, നടന്നിട്ട്. ഗാന്ധിജി 3 ആഴ്ചകളേക്കാൾ അധികം കാൽനടയായി നടന്നിട്ടാണ് ഈ ദണ്ഡി കടപ്പുറത്ത് എത്തിയത്.
അഹമ്മദാബാദിൽ നിന്നും കാൽനടയായിട്ടാണ് ഈ ദണ്ഡി കടപ്പുറത്തേക്ക് വന്നത്. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആക്കർ ജുഡ്തെ ഗയേ. ആദ്യം അദ്ദേഹം കുറച്ച് കൂട്ടുകാരുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവർ വരുമ്പോൾ ഓരോ സ്ഥലത്ത് നിന്നും ആൾക്കാർ ഇവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് കൂടുതൽ ആളുകൾ ആയി. ഇസ് തരഹ് ജബ് വേ ദണ്ഡി പഹുഞ്ചെ ഉൻകെ സാത്ത് ഹസാരോം ലോഗ് തെ. ഇങ്ങനെ ആൾക്കാർ ഇവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇവർ ദണ്ഡി എത്തുമ്പോഴത്തേനും ഗാന്ധിജിയുടെ കൂടെ ആയിരക്കണക്കിന് ആൾക്കാരായി. ഹസാരോം ലോഗ് തെ. जो समुद्र के पानी में घुले नमक को बाहर लाकर अंग्रेजों का कानून तोड़ना चाहते थे. ഇവർ ഈ സമുദ്രത്തിലെ വെള്ളത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഈ ഉപ്പിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇംഗ്ലീഷുകാരുടെ നിയമം ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. इससे भारत पर अंग्रेजों की पकड़ ढीली पड़ती. ഇപ്രകാരം ഈ ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ മേലുള്ള ഈ പിടുത്തത്തെ ഒന്ന് ദുർബലപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. രാസ്തേമേ കൈ ഗാവ് പടേ. ഇവർ വരുന്ന വഴിയിൽ കുറേ ഗ്രാമങ്ങളുണ്ട്. ഗാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമം. ഗാന്ധിജി അവർ ഉനക്കെ സാത്തി ജഹാം ഭി രുക്കത്തെ ഗാം വാലെ ഉനെ പൂരേ മനസെ ഗാന ഗിലാത്തെ. ഗാന്ധിജിയും കൂട്ടുകാരും ഏത് ഗ്രാമത്തിലാണോ എത്തിയത് അവിടുത്തെ ഗ്രാമവാസികൾ അവരെ നിറഞ്ഞ മനസ്സോടെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഗാംവാലെ ഗ്രാമവാസികൾ. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാടത്തെ ഔർ സുബഹ് ഫിർ ചലത്തെ. ഏത് ഗ്രാമത്തിലാണോ അവർ രാത്രി എത്തുന്നത് ആ ഗ്രാമത്തിൽ അവർ അവിടെ തങ്ങും. എന്നിട്ട് രാവിലെ അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും ഇവർ പോവും. ഉപ്പ് സത്യാഗ്രഹത്തിന് പോവാണല്ലോ. അപ്പോൾ ഓരോ ഗ്രാമത്തിലെത്തുമ്പോഴും അവിടുത്തെ ഗ്രാമവാസികൾ അവരെ പൂർണ്ണ മനസ്സോടെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഭാഗം. ഇതെല്ലാവരും കാണാം കേട്ടോ. നെക്സ്റ്റ് ഭാഗവും അതിൻ്റെ ആക്ടിവിറ്റിയും കൂടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.